ഉൽത്താനവാദന് രണ്ട് ഭാര്യമാരാണ്, സുജിയും സുനിതയും. അവർക്ക് ഓരോ പുത്രന്മാരും, ധ്രുവനും ഉത്തമനും. ഉത്തമനെ മാത്രമേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ അനുവദിക്കയില്ലും ചിറ്റമ്മ. ധ്രുവൻ പലവട്ടം അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവനെ ചിറ്റമ്മ ഭയപ്പെടുത്തുകയായിരുന്നു. എങ്കിലും അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടികൾ ഇല്ല. ധ്രുവൻ ഒരു ദിവസം ചിറ്റമ്മയെ കാണാതെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോഴേക്കും ചിറ്റമ്മ ഓടി വന്ന് അവനെ വലിച്ച് താഴത്തിട്ട് അടിച്ചില്ലെന്ന് മാത്രം. അവൻ സങ്കടത്തോടെ അമ്മയുടെ അടുക്കലേക്ക് വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടു, മകനെ എനിക്കാരുണ്ട്? അവൻ പറഞ്ഞു, ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അവൻ കാട്ടിലേക്ക് യാത്രയായി. കാട്ടിൽ പോയി തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് അവൻ മേൽപോട്ടേക്ക് പറന്നുപോയി. അവനൊരു നക്ഷത്രമായി, ധ്രുവ നക്ഷത്രം. ഇന്നും ആകാശത്ത് വടക്ക് ഭാഗം ഉദിച്ചു കാണുന്ന ഒരു നക്ഷത്രമുണ്ട്, ധ്രുവ നക്ഷത്രം. അതിന് കൂടുതൽ പ്രഭയുമായി ഇന്ന് ഉദിക്കുന്നു.